എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് UG 2024 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 16-ാം തീയതി അതായത് മാർച്ച് 16-ാം തീയതി വരെ അപേക്ഷ നൽകുന്നതിനായിട്ട് ആ ഒരു ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഇന്നലെയായിരുന്നു ആ ഒരു ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നലെ മാർച്ച് 9-ാം തീയതി രാത്രി 11:50 വരെയായിരുന്നു അതിൻ്റെ ആ ഒരു ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഡേറ്റ് നീട്ടിയിട്ട് 16-ാം തീയതി അതായത് മാർച്ച് 16-ാം തീയതി രാത്രി 10:50 വരെയും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അപേക്ഷ ഫൈനൽ കൺഫേം ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് സമയം അന്ന് രാത്രി തന്നെ 11:50 വരെയുമാക്കിയിട്ടാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2-ന് ശേഷം അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് MBBS BDS അതുപോലെ തന്നെ ആയുർവേദ സിദ്ധ യുനാനി അതുപോലെ ഹോമിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറ്റിനറി ഫിഷറീസ് അതുപോലെ BTech ബയോടെക്നോളജി അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ BSc നഴ്സിംഗ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടുന്നതിനായിട്ട് നീറ്റ് UG എലിജിബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് അതിൽ മികച്ച സ്കോർ വാങ്ങിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് എക്സാം സെൻറ്ററൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് അതായത് ആധാർ നമ്പർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ആരംഭിക്കാം. അതുപോലെ പാൻ കാർഡിൻ്റെ ആ ഒരു നമ്പർ നൽകിക്കൊണ്ടും അപേക്ഷ അതായത് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചേഴ്സ് അതുപോലെ തമ്പ് ഇംപ്രഷൻ എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നൽകുന്നതിനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അക്ഷയ വഴി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അക്ഷയയിൽ ഇതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കഫേകളിലും ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ അതായത് 16-ാം തീയതി രാത്രി 10:50 വരെയാണ് നൽകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ നൽകാനായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ആധാറിൻ്റെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകും. അതായത് ചിലപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ നൽകിയപ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ പഴയ നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു OTP ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ നമ്പർ നൽകിക്കൊണ്ട് ആ ഒരു നിങ്ങളുടെ അതായത് ആ ഒരു പുതിയ നമ്പർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു പുതിയ നമ്പർ ലിങ്ക് ചെയ്ത ശേഷം പിന്നീട് ഒതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്റ്റെപ്സ് അതായത് ഈ ഒരു അപേക്ഷ നൽകാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏകദേശം 3 സ്റ്റെപ്സാണുള്ളത്. ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്ഥലമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ ജില്ലകളിലും കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും ഏകദേശം സിറ്റീസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുപോലെ 13 ഭാഷകളിൽ അതായത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 16-ാം തീയതി വരെ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു നിങ്ങൾക്ക് അപേക്ഷ മെഡിക്കൽ ഫീൽഡ് അനുബന്ധ കോഴ്സുകളിലേക്ക് +2-ന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് MBBS BDS അതുപോലെ ഹോമിയോ പോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രമിക്കുക. കാരണം നീറ്റ് വഴി ഉള്ള റാങ്ക് അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.